കെടാമംഗലം സാറ്, അതുപോലെ ഓച്ചിറ രാമചന്ദ്രൻ, അങ്ങനെ ഓച്ചിറ ബാലചന്ദ്രൻ, ചേർത്തല, അങ്ങനെ കുറേ പ്രഗത്ഭരായിട്ടുള്ള കാതികന്മാരുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സംഗീത നാടക അക്കാദമിയുടെ ശില്പശാലയിലൊക്കെ പോയിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ഒരു കഥ പഠിച്ച് അവതരിപ്പിച്ചിട്ടൊക്കെയുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ പറയുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാണ്. അതുപോലെ തന്നെ പ്രേക്ഷകരുടെയും കാര്യത്തിൽ ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം അന്ന് ഞാൻ അവതരിപ്പിച്ച കഥകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീരിയസ് കഥകളാണ്. അതായത് ചേട്ടനിൽ നിന്ന് ഒരിക്കലും നമ്മളൊരു സീരിയസ് കഥ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരും ഹ്യൂമർ ആയിരിക്കും. അങ്ങനെ വന്നപ്പം ഒരു സമയത്ത് ഞാൻ വിചാരിച്ച് കഥാപ്രസംഗം 1 മണിക്കൂറാക്കാം, 1 മണിക്കൂർ നമുക്ക് കോമഡിയിലേക്ക് കിടക്കാം, മിമിക്രിയിലേക്ക്. അപ്പം അങ്ങനെ ആ ഒരു പരീക്ഷണത്തിൽ കഥാപ്രസംഗത്തെക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് മിമിക്സിനാണ്. മിമിക്രി, അതായത് കോമഡി പറയുമ്പോൾ ചെറിയ തമാശയ്ക്ക് പോലും ഒരു വലിയ ചിരിയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് തന്നെ തോന്നി തുടങ്ങുകയാണ് നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ കഥാപ്രസംഗത്തെക്കാൾ കൂടുതൽ മിമിക്രിയാണ്. കാരണം ഒരു കാര്യമുണ്ട്, നമ്മളൊരു കാര്യം ബുദ്ധിമുട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഒരു ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ 2 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് പാട്ട് പഠിക്കണം, കഥ പറയണം, ഓഡിയൻസിനെ ഫുള്ള് നമ്മളിലേക്ക് കൊണ്ടുവരണം, കഥ നമ്മൾ പറയുമ്പോൾ ഓഡിയൻസിൻ്റെ മനസ്സിൽ കഥ നടക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മിമിക്രി ആയാൽ കുഴപ്പമില്ല. കാരണം 5 മിനിറ്റ് ഇടയ്ക്കൊന്ന് കയറുക, തമാശ പറയുക, പൊട്ടിക്കുക, തിരിച്ചു പോരുക, അടുത്ത സ്കിറ്റ്. ഒരു സ്കിറ്റിന് സമയമുണ്ട്, നല്ല റിലാക്സ് ഉണ്ട്, നമുക്ക് റെസ്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിലേക്ക് കിടക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ടോട്ടലി നമ്മൾ കഥാപ്രസംഗം ഉപേക്ഷിച്ച് മിമിക്രിയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മംഗളം മിമിക്സിൽ സ്റ്റേജ് പ്രോഗ്രാമിന് പോയി. അത് കഴിഞ്ഞിട്ട് കോട്ടയം നസീർക്കയുടെ കൂടെ പോയി. അത് കഴിഞ്ഞ് നാദർഷിക്കയുടെ കൂടെ ഷോയ്ക്ക് പോയിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ ടിനി ടോമും ഞാനും കൂടി ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ വെച്ച് യോജിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെ, ഈ സമയം വരെ ഞങ്ങൾ ഒന്നിച്ചാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് തോന്നുന്നു ടിനി ടോം ചേട്ടൻ എന്തോ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് അജയൻ ചേട്ടനോട് പറയാനായിട്ട്. സാരല്ല, ടിനി ടോം ചേട്ടൻ ഡയറക്റ്റ് ആയിട്ട് പറയുന്നല്ലേ അതിന്റെ ഒരു ശരി പറയാമല്ലോ, കേൾക്കാം. നേരിട്ട് ഞാൻ നിന്റെ ചോദിച്ചിട്ടില്ല, വളരെ രഹസ്യമായ ഒരു ചോദ്യമാണ്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഇപ്പോഴുള്ളൂ, അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഇത് അറിയുകയുള്ളൂ. വളരെ രഹസ്യ സ്വഭാവമുള്ള ചോദ്യമാണ്. ഒരു ദിവസം ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഞാൻ നീയായി മാറുന്നു, നീ ഞാനായി മാറുന്നു. ഒരുപാട് മനോഹരങ്ങളായ കാഴ്ച നീയായ ഞാൻ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഒരു സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ജുറാസിക് പാർക്കിലൊക്കെ ചെന്ന പോലെ വലിയ പശു, വലിയ കോഴികൾ, വളരെ മനോഹരമായിരുന്ന ലോകം. നിൻ്റെ ഒരു ഉഗ്രം വ്യൂ പോയിൻ്റാണ്. കാരണം മൂന്നാറും കൊടൈക്കനാലൊക്കെ ഉള്ളൊരു വ്യൂ പോയിൻ്റാണ് നിനക്ക് കിട്ടുന്നത്. കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് കാഴ്ചകളായിരിക്കില്ല വലുതാകുമ്പോൾ നമ്മൾ കാണുന്നത്. അതേ സ്ഥലത്ത് അതേ സ്ഥാനത്തൊക്കെ നമ്മൾ പോയിട്ട് കാണുന്ന പല കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ പുതിയ കാഴ്ചകൾ കാണാറുണ്ട്. എന്തായാലും നിന്റെ വ്യൂ പോയിന്റിൽ നീ കണ്ട മനോഹരമായ ഒരു കാഴ്ച വളരെ ഭംഗിയായിരിക്കും അല്ലേ? ആ മനോഹരമായ കാഴ്ച എന്താണ് എന്ന് എന്നോട് മാത്രം നീ പറഞ്ഞു. പെട്ടെന്നാണ് ഞാൻ ഓർത്തത്, നമ്മൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കാനായിട്ട് മറന്നുപോയി. സോ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ അജയൻ ചേട്ടാ, ടിനി ടോം ചേട്ടൻ വലിയൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്, വളരെ ഗംഭീരമായ ഒരു ചോദ്യം. പുള്ളിക്കാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുമ്പോൾ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ കൂടുതലും മനോഹരമായ കാഴ്ചകളാണ്. കാണാൻ താല്പര്യമില്ലാത്ത കാഴ്ചകളും ഉണ്ട്, പക്ഷെ അതൊക്കെ വളരെ വിരലെണ്ണാവുന്ന ഉള്ളത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ സാധാരണ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാം അറിഞ്ഞ് ഒരാൾ മുകളിലുണ്ടെന്ന്. പക്ഷെ ഞാൻ പലപ്പോഴും ഈ ടിനി ടോം ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്, എടാ എല്ലാം കണ്ടോണ്ട് ഒരുത്തം താഴെ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ചില കള്ളത്തരങ്ങളൊക്കെ കാണിക്കും. പക്ഷെ അത് ഞാൻ നിപ്പുണ്ട് എന്നറിഞ്ഞല്ല അവർ ചെയ്യുന്നത്. ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമാണ്. ആ കണ്ടുപിടിക്കുന്നതെല്ലാം മനോഹരമായ കാഴ്ചകളുമായിരിക്കും. അപ്പൊ നമ്മൾ താഴെ കൂടെ ഒരു പാസിങ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നിന്ന് നോക്കുമ്പോഴൊക്കെ പെട്ടെന്ന്, പ്രത്യേകിച്ച് ടിനിയുടെ ഒന്നും വ്യൂ പോയിന്റിലേ ഞാനില്ല. കാരണം ബിലോ ആവറേജാ നമ്മള് അത്രയ്ക്ക്. അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതെല്ലാം ഇവിടെ ഇരുന്ന് പറയാന്ന് പറഞ്ഞാൽ അതും ഭയങ്കര കുഴപ്പമാണ്. ഒരെണ്ണം എന്നുള്ളതല്ല. പിന്നെ വേറൊരു രസമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മകള് ദീപ്തകീർത്തി മകള് നടക്കാൻ പഠിക്കുമ്പോൾ എഴുന്നേറ്റ് ഇങ്ങനെ നിന്നിട്ട് ഞങ്ങൾ നേർക്ക് നേർ കാണുക.
കട്ട് കഴിഞ്ഞിട്ട് അവളെ നടക്കാനായിട്ട് അവൾ നടന്നു വന്നിട്ട് എന്നെ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് പിടിച്ച് നിൽക്കും, വീഴാൻ പോകുമ്പോൾ പിടിക്കും. അതൊക്കെ ഭയങ്കര മനോഹരമായ കാഴ്ചകളിലൊന്നായിട്ട് വേണമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അയ്യോ സ്വീറ്റ്. അത് ആക്ച്വലി എനിക്ക് ഇമാജിൻ ചെയ്യാം ചേട്ടൻ. സാധാരണ ഒരച്ഛനും അങ്ങനെ സാധിക്കാൻ അങ്ങനെ പറ്റും തോന്നില്ല. കാരണം നമ്മളൊപ്പം നിന്നിട്ട് നടക്കാൻ പഠിപ്പിക്കാന്നൊക്കെ പറയുമ്പോൾ വീഴാൻ പോകുമ്പോൾ നമ്മളെ പിടിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള എന്താ പറയുക, എന്നും മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഇതാണ്. പിന്നെ ടിനിയെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ പിന്നീട് സ്വകാര്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ പിന്നെ അജയൻ ചേട്ടനുള്ള ഏതെങ്കിലും ഏരിയയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളൂ, എല്ലാം കണ്ടോണ്ട് ഒരാളെ താഴെ. നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻ നിങ്ങൾ ആദ്യം കണ്ടുമുട്ടിയത് യുവജനോത്സവ വേദിയിലാണ് എന്നറിയാം. അന്നേ നിങ്ങൾ കൂട്ടുകാരായിരുന്നു? അല്ല, അന്ന് ഞാൻ പറഞ്ഞ ഇതുപോലെ തന്നെ ഞാൻ താഴെ നിൽക്കുന്ന പുള്ളി കണ്ടില്ല, ഭയങ്കര അഹങ്കാരമായിരുന്നു, ഭയങ്കര ജാടയൊക്കെ. അവസാനം എൻ്റെ ഈ പുള്ളിക്കാരൻ എന്നെ കാണാതെ വന്ന് മുട്ടൊന്ന് എൻ്റെ ദേഹത്ത് ഇടിച്ചപ്പോഴത്തേക്കിന് ഹലോ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടേ, നമ്മൾ ചെസ്റ്റ് നമ്പറൊക്കെ കുത്തിയിരിക്കും. അപ്പോൾ എന്നെ കണ്ടിട്ട് ഭയങ്കര പുച്ഛം, എന്തിനു വന്ന നമ്മൾ മിമിക്രിക്കാം, ഇങ്ങനെ ഒരു ചെറിയ ചിരിയൊക്കെ. അങ്ങനെ കയറി ഞങ്ങൾ മിമിക്രി ചെയ്തു, മത്സരിച്ചു. അങ്ങനെ അവിടെ വെച്ചാണ് ഞങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ സംസാരമൊന്നുമില്ല. സമ്മാനം വന്നപ്പം സലീമേട്ടനായിരുന്നു ഫസ്റ്റ്, നമ്മുടെ സലീം കുമാർ. എനിക്ക് സെക്കൻഡ് കിട്ടി, ഇദ്ദേഹത്തിന് തേർഡ് കിട്ടി. അപ്പൊ ഞങ്ങൾ 3 പേരെയും കൂടെ നിർത്തി അന്ന് നിരത്തി ഫോട്ടോ ഒക്കെ വന്നു. അങ്ങനെ ഞങ്ങള് സൗഹൃദത്തിലായി. അതെ അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ടിനി നസീർഗയുടെ ടീമിലേക്ക് വന്നു, ട്രൂപ്പിലേക്ക് ഷോ ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവിടെ വെച്ച് കൂടുതൽ സൗഹൃദമായി. പിന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് നാഷികയുടെ ട്രൂപ്പിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു യാത്ര ഒരുമിച്ച് ഇപ്പോഴും അങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ, കാരണം ഇവനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് മോശമാണ് ഇവനീ ചെയ്യണം. കാരണം എന്നോട് ഇതുവരെ ഇത്രയും കാലം ഉണ്ടായിട്ട് മനോഹരമായ കാഴ്ച ഏതാന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ 1-2 എണ്ണം ഇവനെ സംബന്ധിക്കുന്നതിനെ ഓർത്ത് ഞാൻ വെച്ചേരെ. ഇതിപ്പോ പെട്ടെന്ന് ഓർത്തിട്ട് ഏതാ പറയണ്ടെന്നുള്ള ഇതിലായി. ഞാൻ ഒരു ചാൻസും കൂടെ തരാം കുറച്ചു നേരം ഓർക്കാനായിട്ട്. എനിക്കും കേട്ടാ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്, എസ്പെഷ്യലി കള്ളത്തരം. അത് ശരിയാ കേട്ടോ. പലരും നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടായിരിക്കും. അജയൻ ചേട്ടാ, അപ്പോൾ ഈ മിമിക്രി അല്ലാതെ ഈ ഫാൻസി ഡ്രസ്സ്, നാടോടി നൃത്തം, അതുപോലത്തെ കലാപരിപാടികളിലൊന്നും കയറിയിട്ടില്ലേ? അല്ല, ഇത് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ഇപ്പോൾ കള്ളത്തരം എന്ന് പറയുമ്പോൾ മറ്റു തരത്തിലൊന്നും ചിന്തിക്കരുത് കേട്ടോ. ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ ചിന്തിക്കാനാ. കാരണം ടിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കലാകാരന്മാർക്ക് മാതൃകയാണ്. കാരണം അത്യാവശ്യം ഒരുപാട് സഹായ മനസ്ഥിതിയൊക്കെയുള്ള ആളാണ്. ഒരുപാട് ആളുകളെ പ്രോ ടീമിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ചാനലുകളിലൊക്കെ നമ്മൾ ഒരു കാലത്ത് നമ്മുടെ ബാലേന്ദ്ര മേനോൻ സാറായിരുന്നു ഒരുപാട് നായികമാരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടിനി ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നായകന്മാരെയും ബിജുക്കുട്ടൻ ഉൾപ്പെടെയുള്ള അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം സഹായിക്കാനൊക്കെ. അതുപോലെ തന്നെ ഒന്നിച്ച് ഒരു മാക് അസോസിയേഷൻ എന്ന് പറഞ്ഞ് മിമിക്രിയുടെ ഒരു അസോസിയേഷൻ വേണം, അതിനൊക്കെ മുൻകൈ എടുത്ത് എന്നെയൊക്കെ ഉൾപ്പെടുത്തി ഞങ്ങളെല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ നിന്ന് അങ്ങനെ ഒരു അസോസിയേഷനും ഒക്കെ ഉണ്ടാക്കി. അതൊക്കെ ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഇതാണ്. അപ്പം ഒരാളെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ കൂട്ടുകാരനെ കാണിച്ചതുകൊണ്ട് ഞാൻ അറിഞ്ഞു, ഞാനിവിടെ വന്നിരുന്നപ്പോൾ എന്നെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങളൊക്കെ ടിനി പറഞ്ഞു. അപ്പോൾ ടിനിയെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ ഞാൻ പറയണ്ടേ? പിന്നെ ഉറപ്പായി. ഇല്ല, ഞങ്ങള് പക്ഷേ ചേട്ടൻ വിചാരിച്ച പോലെ ഞാൻ കള്ളത്തരമൊന്നും വിചാരിച്ചില്ല കേട്ടോ ടിനി ചേട്ടനെ പറ്റിയിട്ട്. കാരണം അങ്ങനെയാണ് അവൻ, അതൊരു ഇതാണ്. പക്ഷെ കണ്ടുപിടിക്കുന്ന ആള് ഞാനൊരു കാര്യം സത്യമായിട്ട് പറയട്ടെ, ടിനി ചേട്ടനോട് പറയരുത്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വെച്ചു ഭയങ്കര ജാടയാന്ന് കേട്ടോ. ഞാൻ വെച്ചു അയ്യോ ചിരിക്കുന്നില്ലല്ലോ, സംസാരിക്കുന്നില്ലല്ലോ, ഇങ്ങനെ ഓക്കെ ഈ ഒരു ലെവലിലാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് ആക്ച്വലി ശരിക്കുള്ള നേച്ചർ. അങ്ങനെയാണ് ഒരു ബലൂൺ പോലെ അതിന്റെ ഒരു മർമ്മമുണ്ട്, അവിടെ കുത്തി കഴിഞ്ഞാൽ കാറ്റിങ് പോകുന്ന ഫ്രീ ആയിക്കോളും. അത്രേ ഉള്ളൂ. ഞാൻ ടിനി ചേട്ടനെ കാണുന്നതിന് മുമ്പ് അജയൻ ചേട്ടനെ കണ്ടിരുന്നെങ്കിൽ ആ മർമ്മം എവിടെ ഞാൻ ചോദിച്ചു വെച്ചാൽ കുത്താനായിട്ട്. നമ്മളൊക്കെ അതല്ലേ, അതുകൊണ്ടല്ലേ നമുക്കറിയാലോ. ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാംസും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എന്നോടും പലരും പറയും അവന്ന് ഇച്ചിരി ഇതാണ്. അപ്പം ഞാൻ പറയണെന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു രീതി എങ്ങനെയെന്നുള്ളതുള്ളൂ. ചില ആൾക്കാരുടെ ഫിഗർ ഭയങ്കര ഗൗരവമായിരിക്കും, പക്ഷെ ഉള്ളുകൊണ്ട് പാവമാണ്. അങ്ങനെ ഒരാളെയും കൂടെ പറഞ്ഞുതരാം. ഇനിയിപ്പോ ചാറ്റ് ചെയ്യാൻ പോവാണെങ്കിൽ പേഴ്സണലി എനിക്കറിയാവുന്ന ഒരാൾ നമ്മുടെ മമ്മൂക്കയെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ. മമ്മൂക്ക ഭയങ്കര റഫ് ലുക്കും ഇരിപ്പും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ മമ്മൂക്കയെ ഉള്ളുകൊണ്ട് വളരെ സോഫ്റ്റ് ആണ്, പാവമാണ്. നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ബാക്കിയിലേക്ക് അജയൻ ചേട്ടൻ ഈ
കഥാപ്രസംഗം മാത്രമായിരുന്നോ അതോ ബാക്കിയുള്ള കലാപരിപാടികൾ? അത് കഴിഞ്ഞ് പിന്നെ മോണാക്ട്, മിമിക്രി, ഫാൻസി ഡ്രസ്സ്, ഇത്ര ഒരുപാടുണ്ട്. ആദ്യം ഒരു എന്താ പറയാ കുരങ്ങനായിട്ടായിരുന്നു. അത് ഭയങ്കര രസമുള്ളത്. കാരണം ഫസ്റ്റ് ഈ സ്റ്റേറ്റിലേക്ക് മത്സരിക്കാൻ പോവാ. സ്റ്റേറ്റിലാണ് സ്കൂളിൽ നിന്ന് കൊല്ലത്തൊരു സ്കൂളിൽ നിന്നാണ് മത്സരിക്കാൻ പോണേ. ആ സമയത്ത് മേക്കപ്പ് എന്ന് പറഞ്ഞ് അന്ന് ഞാൻ ഇതിലും സ്കെൽറ്റാ, ഇച്ചിരി കൂടെ ചെറുതാ, മീശയൊന്നുമില്ല. അപ്പോൾ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചണ ഒട്ടിച്ചൊട്ടിച്ച് പശയ്ക്കകത്ത് ആദ്യം നമ്മളെ മുക്കും, എന്നിട്ട് ഇങ്ങനെ കുറേശ്ശെ ഓരോന്നിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കും. അപ്പോൾ ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു ക്ലാസ് റൂം എടുത്ത് അവിടെ, അതെ യൂത്ത് ഫെസ്റ്റിവലിന്റെ സമയത്തൊക്കെ അങ്ങനെയാണല്ലോ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല. 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുത്തു മേക്കപ്പിന്. മേക്കപ്പ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ചൂടെടുക്കാൻ തുടങ്ങി. കാരണം ഇതെല്ലാം കൂടെ ഒട്ടിച്ച് കഴിഞ്ഞതോടുകൂടി ആകെപ്പാടെ തലവരെ ഒട്ടിച്ച് ഇങ്ങനെ ഫിഗറൊക്കെ ഇങ്ങനെ വരച്ച് കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കൊരകൻ അതല്ലേ, അത്ര കറക്റ്റായിട്ട് തന്നെ. അപ്പോൾ റെഡി ആയിട്ടിരിക്കുന്ന സമയത്താണ് ഒരു പയ്യൻ നമ്മുടെ സ്കൂളിലെ ഓടി വരിക. അയ്യോ ഇവിടെയാണോ മിമിക്രി സ്റ്റേജ് മാറ്റി, അല്ല ഫാൻസി ഡ്രസ്സ് സ്റ്റേജ് മാറ്റി, സ്റ്റേജ് നമ്പർ 1 പറഞ്ഞു. അതായത് വെന്യൂ പറയാതെ അവർ മാറ്റി കളഞ്ഞു. അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ ഒന്നുമില്ല, വിളിച്ചു പറയാൻ പറ്റുമല്ലോ. കുരങ്ങിന് ടെൻഷനായി. കുരങ്ങൻ ആദ്യം ഓടി, മേക്കപ്പ് മാൻ പുറകെ ഓടി, ടീച്ചർ വേറെ ഓടി. പെട്ടെന്ന് ഏതോ ഒരു ഓട്ടോറിക്ഷ വന്നു, കൈ കാണിച്ചു, സ്റ്റേജിൻ്റെ അടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞു. ചാടി കയറി വണ്ടി വിട്ടു. വണ്ടി കൊണ്ടുവന്ന് നിൽക്കുകയും കുരങ്ങൻ്റെ ഉള്ളിൽ മുഴുവൻ ടെൻഷനാണ്. കാരണം എങ്ങനെയും സ്റ്റേജിൽ കയറുക എന്നുള്ള. ആ സമയത്ത് അവിടെ നമ്മുടെ ചെസ്റ്റ് നമ്പർ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ ഇതേന്ന് ചാടി ഒരു ചേച്ചിയുടെ മുന്നിലേക്കാണ് വരുന്നത്. ചേച്ചി അയ്യോ ഇതിനെ ആരും അഴിച്ചു വിട്ടേന്ന് ചോദിച്ചു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ശരിക്കും വിശ്വസിച്ചു പോയി. കാരണം വാലും കാര്യങ്ങളും ചെസ്റ്റ് നമ്പറൊക്കെ അവിടെയല്ലേ തരുള്ളൂ. പെട്ടെന്ന് കണ്ടപ്പോഴേക്കും പുള്ളിക്കാരി ഒറിജിനൽ കുരങ്ങെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റേജിൽ ചെന്നപ്പോഴേക്കും നമ്മളെ വിളിച്ചു. പിന്നെ കാല് പിടിച്ചു, കരഞ്ഞു, മാറി ഇന്ന് കുരങ്ങൻ സെന്റിമെന്റ്സിലേക്ക് നിൽക്കുക. അവസാനം അവർക്ക് ഡേ തോന്നിയിട്ട് പെർഫോം ചെയ്തോളാൻ പറഞ്ഞു. കാരണം സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മത്സരത്തിൽ പങ്കെടുത്തു. അതിനൊരു പ്രോത്സാഹന സമ്മാനവും കിട്ടി. അതായിരുന്നു ഫാൻസി ഡ്രസ്സിന്റെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. ചേട്ടൻ മിമിക്രി ചെയ്യായിരുന്നു അതോ സ്കിറ്റ് മാത്രമേ ഉണ്ടായിരുന്നു, വോയിസ് എടുക്കുമായിരുന്നോ? മിമിക്രി എന്ന് പറഞ്ഞാൽ അന്നെല്ലാവരും ഈ സിനിമാ താരങ്ങളെയും ഒക്കെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ശബ്ദങ്ങൾ, അതായത് വെടിക്കെട്ട്, മ്യൂസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പ്രകൃതിയുടെ സൗണ്ട്, പിന്നെ ആ സമയത്ത് എൻ്റെ ശബ്ദവും ഈ പിള്ളേരുടെ സൗണ്ട് പോലെയായിരുന്നു. കുറച്ച് ഇത്രയൊന്നും ഘനഗാംഭീര്യമൊന്നും ഉണ്ടായില്ല. ഇപ്പോഴാണ് കുറച്ചുകൂടെയൊക്കെ ശബ്ദമൊക്കെ മാറിയത്. ആ സമയത്ത് നമ്മൾ ഈ ബേബി ഷാംലിയുടെ ഈ മഴ കുടകുടാന്നൊക്കെ പറയുന്ന സാധനം, അങ്ങനെയുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയ മിമിക്രിയൊക്കെ ആയിരുന്നു അന്നുള്ളത്. അപ്പം അതൊക്കെ അങ്ങനെ ഉടുക്കിന്റെ ശബ്ദം, അതുപോലെ ട്രെയിന്, ഉടുക്കിന്റെ ശബ്ദമൊന്നും ഇവിടെ നടക്കൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ആ മൈക്കും പിന്നെ അങ്ങനത്തെ ഒരു ഇതിലൂടെ ആയിരിക്കും. പിന്നെ ഇത് ഇപ്പൊ ഉടുക്കിന്റെ ശബ്ദം ഞാനിവിടെ അനുകരിച്ചിട്ട് ഇത് ടി വിയിൽ വെച്ച് കാണുമ്പോഴത്തേക്കിന് ആ പുള്ളി എന്തിനാണ് മൈക്കിൽ തുപ്പിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കും. അങ്ങനത്തെ ശബ്ദമായിരിക്കും ഇത് ഓടിച്ച്. അതുകൊണ്ട് മിക്കവാറും ഇങ്ങനെ ശബ്ദം മിമിക്രി ഒന്ന് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൈകൂപ്പും. കാരണം അത് നല്ല സൗണ്ട് സിസ്റ്റത്തിൽ ഒരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിലോ നല്ല ഒരു സൗണ്ടിന്റെ സപ്പോർട്ടോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ഇഫക്റ്റ് ഉണ്ടാവും. അപ്പൊ ചേട്ടന്റെ അടുത്ത ചോദ്യം ആ ടി വിയിൽ റെഡി ആയിട്ടിരിപ്പുണ്ട്. ശരി. ഹായ് ചേട്ടാ, സുഖമല്ലേ? ഞാനിപ്പോൾ ഇരിക്കുന്ന അജേട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണ്. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ഇരിക്കുന്നത്. നമ്മൾ തമ്മിൽ ഒരുപാട് വർഷമായിട്ട് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്, യാത്രകൾ നടത്താറുണ്ട്. എനിക്ക് അജേട്ടനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ റെയിൽവേ ബഡ്ജറ്റിൽ അജേട്ടന്റെ പേരിലും 1 ലക്ഷം രൂപയുടെ ഒരു കണക്ക് കാണുന്നു. അതെന്താ സംഭവം? സാധാരണ ഒരു ജില്ലയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേഷനൊക്കെ ഫണ്ട് അനുവദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഇത് അജേട്ടന്റെ പേരിൽ ഒരു കണക്ക് കാണുന്നു. എന്താ സംഭവം? അടുത്ത പാര. അത് ഭയങ്കര രസമുള്ളൊരു കഥയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടത് റാംറജി എന്നൊരു ആർട്ടിസ്റ്റാണ്. എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ നിന്ന് മിമിക്രി ആർട്ടിസ്റ്റുകളിൽ ആദ്യമായിട്ട് മറാത്തി സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച ഒരു താരമാണ് ഇരുന്നത്. പുള്ളി അതുപോലെ കുറേ സിനിമകളിൽ മലയാളത്തിൽ ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ടിനി കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ഉള്ള എല്ലാ പ്രോഗ്രാമുകളും ഞങ്ങളോടൊപ്പം ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് സിനിമാ താരങ്ങളെയൊക്കെ നന്നായിട്ട് അനുകരിക്കും. ഹൈലൈറ്റ് ആയിട്ട് ഇപ്പോൾ ദാസേട്ടൻ്റെ ശബ്ദവും ദാസേട്ടൻ്റെ പാട്ടും. ദാസേട്ടനെ അനുകരിക്കുന്നവർ വളരെ ചുരുക്കമാണ്. പക്ഷേ ദാസേട്ടനെ അനുകരിച്ചിട്ട്
ദാസേട്ടൻ തന്നെ സ്റ്റേജിൽ കയറി ചെന്ന് ഇയാളെ കെട്ടിപ്പിടിച്ചൊരു ചരിത്രം. അപ്പോൾ അതൊരു ഭയങ്കര, അപ്പോൾ അത്രയും നല്ല ഒരു പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന നല്ല കഴിവുള്ള